കാസർഗോഡ് വരെ പോവുകയാണ്. അവിടെ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അവിടെ 23 വയസ്സുള്ള പ്രായപൂർത്തിയായ ഒരു യുവാവും 17 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിയും ഒരുമിച്ചൊരു ബൈക്കിൽ യാത്ര പോകുന്നു. ഇവരൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ യുവാവെന്ന് പറയുന്നത് ലക്ഷദ്വീപ് സ്വദേശിയാണ്. ഈ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടതിൻ്റെ പേരിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയാണ്. കേസെടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്ന പേരിലാണ്. പക്ഷേ ഈ പെൺകുട്ടിക്കോ കുടുംബത്തിനോ യാതൊരുവിധ പരാതിയുമില്ല. അങ്ങനെ പോലീസ് കേസെടുത്തു. കാസർഗോഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ യുവാവിന് ജാമ്യം അനുവദിച്ചു. അപ്പോൾ പോലീസ് വളരെ നിർബന്ധ ബുദ്ധി ഈ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തെ, ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പലതരത്തിൽ നിർബന്ധിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ്, എന്താണ് ഈ കേരള പോലീസിന് ഈ വിഷയത്തിൽ ഇത്രമാത്രം ശുഷ്കാന്തി ഉണ്ടാവാൻ? എന്തോരം കേസുകൾ, മറ്റ് കേസുകളുണ്ട് തീർപ്പാവാതെ കിടക്കുന്നത്? ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്താ വെച്ചാൽ, നമ്മളെ പഴയ ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ പേര് ഞാൻ മറന്നായി, കാക്കക്കും പൂച്ചക്കും കല്യാണം, അങ്ങനെ എന്താണ് സിനിമയുടെ പേര്. അതിൽ ഇന്ദ്രൻസ് പോസ്റ്റ്മാനാണ്. അപ്പോൾ ഇന്ദ്രൻസ് ഇങ്ങനെ കത്ത് കൊടുത്ത് നടന്നിട്ടാണ് പോകുന്ന വഴിക്ക് പോസ്റ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് കാർഡ് മൂപ്പരെടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ നോക്കുമ്പം അവിടെ സുഖമാണെന്ന് അറിഞ്ഞു, ഇവിടെയും സുഖമാണ്, പിന്നെ ഇത് കൊണ്ടു നടക്കുന്ന എനിക്കാണോ അസുഖം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കീറി കളയുന്നുണ്ട്. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇതിൽ. പരാതി രണ്ടു കൂട്ടർക്കും പരാതിയില്ല. അതായത് ചെറുക്കന് പരാതിയില്ല, പെൺകുട്ടിയുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒന്നും പരാതിയില്ല. പലവട്ടം അവർ പരാതിയില്ല എന്ന് പോലീസിനോട് പറഞ്ഞു, കോടതിയോട് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷേ നടക്കില്ല. കേസ് എടുത്തേ തീരൂ എന്നുള്ള നിലപാടിലാണ് പോലീസ് സ്വമേധയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കേസ് എടുത്തിരിക്കുമ്പോൾ സംഭവം എന്താണ്, ഈ ഒരേ സ്ഥാപനത്തിൽ ഈ കുട്ടി അവിടെ പഠിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു, നഴ്സിങ്ങിന് പഠിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു, മറ്റേ ഇയാൾ ജോലി ചെയ്യുന്നു. അങ്ങനെ പഠിക്കാൻ വന്നുകൊണ്ട് ഓണാഘോഷം കഴിഞ്ഞ് രാത്രി കുട്ടിയുടെ ആഗ്രഹമാണ് എനിക്ക് കാസർഗോഡ് ഒന്ന് കാണിച്ചു തരണം എന്ന് പറയുന്നു. ആ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം ബൈക്കിൽ കയറ്റി ആ കുട്ടിയെ കാസർഗോഡ് ടൗണിൽ കറക്കുന്നു. വേറെ എവിടെയും കറക്കിയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. കറക്കുന്നു, മഴ പെയ്യുന്നു, കുറച്ച് നേരം കടവരാന്തയിൽ കാത്തു വെക്കുന്നു. തിരിച്ച് സ്ഥാപനത്തിൽ എത്തിയപ്പോഴേക്കും രാത്രി കുറച്ച് വൈകിയായിരുന്നു എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇതിലെന്തോ അരുതാത്തത് സംഭവിച്ചു എന്നുള്ള പരാതിയാണ് അവിടെ നാട്ടുകാർക്കും വേറെ പലർക്കും ഒക്കെ ഉണ്ടായത്. അങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഈ കുട്ടിയെ. വൈദ്യപരിശോധനയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. പക്ഷേ എന്നിട്ടും ഇവർക്ക് പരാതി തീരുന്നില്ല, സംശയം തീരുന്നില്ല. അങ്ങനെ ഇവർ പല രീതിയിൽ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മയെ നിർബന്ധിക്കുന്നു, പരാതി കൊടുക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല, കുട്ടിക്കും പരാതിയില്ല, ആർക്കും പരാതിയില്ല. പിന്നെ ഇപ്പം ആർക്കാ പരാതി എന്ന് വെച്ചാൽ ആർക്കും പരാതിയില്ല. അവസാനം പോലീസ് സ്വമേധയാ സെക്ഷൻ 317 ഏതോ സെക്ഷൻ ഇട്ടിട്ട് കേസെടുക്കുന്നു. പോലീസിന് എന്തിനാണ് ഈ ശുഷ്കാന്തി എന്നുള്ളതാണ് രേഷ്മയുടെ ചോദ്യം. അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന കുറേ വിദ്വേഷ പ്രചാരണങ്ങളുണ്ട്. ഈ രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച്, അതാണും പെണ്ണുമാകുമ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള തോന്നൽ മനസ്സിൽ പെട്ടെന്ന് ഉദിക്കുന്ന രൂപത്തിലേക്കുള്ള വിദ്വേഷ പ്രചാരണം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ വിദ്വേഷ പ്രചാരണത്തിൻ്റെ വലയിൽ നമ്മുടെ പോലീസും നമ്മുടെ നാട്ടുകാരൊക്കെ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. അപ്പോൾ ഇതിൽ യുവാവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾ ആയതുകൊണ്ട് കൂടിയാവുമ്പോൾ പോലീസിൻ്റെ കേസെടുക്കാൻ കുറച്ചുകൂടി ശുഷ്കാന്തി കൂടും. അപ്പോൾ അങ്ങനെ വന്നൊരു കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെ ഈ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ പോലീസ് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ ലജ്ജിക്കേണ്ടതാണ്. പക്ഷേ അതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ കേസെടുക്കാനുള്ള, പെട്ടെന്ന് രണ്ടുപേർക്കും പരാതിയില്ലാതെ ഒരു കേസെടുക്കേണ്ട വകുപ്പൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഈ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നാസർ, ഇനി യുവാക്കളൊക്കെ പേടിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ? എങ്ങനെയാണ് പെൺകുട്ടികൾക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കുക? തട്ടിക്കൊണ്ടു പോകുന്നു പറയില്ലേ പോലീസ്? ഇത് വിദ്വേഷ പ്രചാരണത്തിൻ്റെ മാത്രം അല്ല, നമ്മൾ ആ സ്ഥലം ശരിക്കും മനസ്സിലാക്കണം. കാസർഗോഡാണ്. കാസർഗോഡ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് മംഗലാപുരമാണ്. ഇതിലൊരു പ്രശ്നമുണ്ട്. പിന്നെ സ്വമേധയാ കേസെടുത്തെന്ന് പറഞ്ഞാൽ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാരണം ആശുപത്രിയിൽ ഒരു സംഘപരിവാർ പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ ആശുപത്രി പോലീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ജാഗ്രതപ്പെടുത്തൽ, ഈ മാനേജ്മെൻറ്റിനെ ജാഗ്രതപ്പെടുത്തിയത് കൊണ്ടും മാനേജ്മെൻറ്റിനെ പേടിപ്പിക്കുക മീൻസ് ഈ അവസ്ഥയിൽ പിന്നീട് എന്തെങ്കിലും വന്നാലും പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പോലീസ് ആശുപത്രിക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് വന്നിട്ട് ഇവർക്ക് എതിരെ പിന്നെ 2-3 പ്രാവശ്യം പിന്നെ ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നു, പിന്നെ കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴൊന്നും അവർക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ അവർ കേസെടുത്തിട്ട് കോടതിയിൽ കൊടുക്കുന്നു. കോടതിയിൽ നടക്കുന്ന ഒരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ കോടതിയിൽ രണ്ടാമത്തെ തവണ, ആദ്യത്തെ തവണ എടുത്തിട്ട് കോടതിയിൽ മാറ്റി വെച്ചു. രണ്ടാമത്തെ തവണ ആയപ്പോഴത്തേക്ക്
കുട്ടിയുടെ അമ്മയും കുട്ടിയും കോടതിയിൽ ഹാജരായിരുന്നു. എന്നിട്ട് അവിടെ ഈ ചെറുപ്പക്കാരൻ്റെ അഭിഭാഷകൻ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, കുട്ടിയുടെ അമ്മയും കുട്ടിയും കോടതിയിലുണ്ട്, അവർക്ക് പറയാനുള്ളത് വേണമെങ്കിൽ കേൾക്കാമെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടില്ല. 2 ആളുകൾ ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യമല്ല. അത് കുറ്റകൃത്യമാവുന്നത് അവർ പോയിട്ട് പിന്നെ ഈ വല്ലതും ചെയ്താലാണ്. വല്ല കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റീസ് വല്ലതും അവർ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കുറ്റം വരുന്നുള്ളൂ. അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ ഇത് ഇവരിത് ചെയ്തിട്ടില്ല, ഇവർ പോയി തിരിച്ചു വന്നു എന്നുള്ളത്, അതുകൊണ്ട് ഇതൊരു കുറ്റകൃത്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതി ഇത് അടുത്ത അവധിക്ക് മാറ്റിവെക്കുന്നത്. പക്ഷേ ഇതിൽ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്തിന് പോലീസിൻ്റെ ശുഷ്കാന്തി എന്നുള്ളതല്ലേ ചോദ്യം. ഒന്ന്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മംഗലാപുരത്തും ഇപ്പം ഭരണം മാറുന്നത് വരെ, ഇപ്പം ഭരണം മാറി അവിടെ കോൺഗ്രസ് ഭരണം മാറുന്നത് വരെ നമുക്കറിയാം മംഗലാപുരത്തു നിന്ന് ഇത്തരം വാർത്തകൾ ഏതാണ്ട് ദിവസവും വന്നിരുന്നു. അവിടുത്തെ പ്രാദേശിക ചാനലുകളിലും പത്രങ്ങളും ദിവസവും വരുന്ന ഒരു അന്യ മതത്തിൽപ്പെട്ട പിന്നെ ഒരു പിന്നെ മുസ്ലിം കുട്ടി, അതാണോ പെണ്ണോ ആവട്ടെ, ഇനി ഹിന്ദു ആണോ പെണ്ണോ അല്ല ആവട്ടെ, ഒരു പിന്നെ 2 മതത്തിൽപ്പെട്ട ആൾക്കാർ വരെ ഒരുമിച്ച് കാണുകയും ഒരുമിച്ച് ഇവർ ചായ കുടിക്കാൻ കയറിയാൽ പോലും പിന്നെ അവിടെ തല്ലലായിരുന്നു സംഭവം. അവിടെ അധികവും തല്ലി ഓടിക്കലും തല്ലൽ തന്നെയായിരുന്നു. പിന്നെ ബീച്ചുകളിൽ നിന്ന്, പാർലർ, പിന്നെ ഈ ഐസ്ക്രീം പാർലറിൽ നിന്ന്, റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെയും തല്ലി ഓടിക്കലായിരുന്നു അവിടെ സംഭവം. ഇതേപോലത്തെ തല്ലൽ തന്നെയായിരുന്നു കാസർഗോഡ് നടന്നിരുന്നത്. കാസർഗോഡും ഇത് ആദ്യത്തെ സംഭവമല്ല. കാസർഗോഡ് നന്നായിട്ടും പിന്നെ തല്ലി ഓടിക്കൽ കൈകാര്യം ചെയ്യൽ തന്നെയായിരുന്നു. ഇങ്ങനെ ബൈക്കിൻ്റെ മുകളിൽ മാത്രമല്ല, സംസാരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഇപ്പം ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പരസ്പരം പിന്നെ സംസാരിച്ചുകൊണ്ട് കോളേജിലേക്ക് പോയാൽ പോലും തല്ല് നടക്കാൻ. ഇത് കാസർഗോഡും തല്ല് തന്നെയായിരുന്നു, പിന്നെ മംഗലാപുരത്ത് നടക്കുന്ന പോലെ. പക്ഷേ അടുത്ത കാലത്ത് കാസർഗോഡ് ഇത്തരം തല്ലുകൾ നടത്താൻ BJPക്ക് കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പാലക്കാടുള്ള അതേ അവസ്ഥ. ഇപ്പം പാലക്കാട് പോലെ തന്നെ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ് പിന്നെ കാസർഗോഡ് നഗരം. അതുമുതൽ അങ്ങോട്ട് നിന്നായിരുന്നല്ലോ വെപ്പ്, മഞ്ചേശ്വരം വരെ അങ്ങോട്ട്. ഈ മധൂർ അതെ തല്ലിവർക്ക് മെയിനാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്താ വെച്ചാൽ അങ്ങനെ തല്ലാൻ കഴിയുന്നില്ല. ഇപ്പം മധൂർ പഞ്ചായത്ത് പോലെ BJP മാത്രം ജയിച്ചു വന്നിരുന്ന പഞ്ചായത്തുകളിലെ വാർഡുകളിൽ പോലും മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് CPM പോലത്തെ പാർട്ടികളൊക്കെ അവിടുന്ന് ജയിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പഴയതുപോലെ തല്ലിന് ആളെ കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നേതാക്കൾ പിന്നെ പല ഗ്രൂപ്പും പല വഴിക്കുമാണ്. അതുകൊണ്ട് ഈ പയ്യന്മാർ ആരെങ്കിലും അല്ലെങ്കിൽ ഈ ഏതെങ്കിലും മോർച്ചക്കാർ ആരെങ്കിലും തല്ലി കേസ് ഉണ്ടാക്കി പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ ഇപ്പം പഴയതുപോലെ രക്ഷിക്കുന്ന നേതാക്കൾ വരുന്നില്ല, അല്ലെങ്കിൽ നേതാക്കൾ വേറെ ഗ്രൂപ്പായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉള്ളത് കാരണം പഴയതുപോലെ തല്ല് നടക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ആ തല്ലിൻ്റെ മറൈൻ ഡ്രൈവിലെ ചൂരലുമായിട്ട് നിൽക്കുന്നതിൻ്റെ തല്ലിൻ്റെ വിഷ്വൽ ഇടയ്ക്കിടയ്ക്ക് വരാറ്. അത് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കാസർഗോഡ് മംഗലാപുരം ഇത് സ്ഥിരമായിരുന്നു, ഏതാണ്ട് എല്ലാ ദിവസമായിരുന്നു. ഇപ്പം കാസർഗോഡ് അങ്ങനെ തല്ല് നടക്കുന്നില്ല, തല്ലി തീർക്കാൻ കഴിയുന്നില്ല. തല്ലി തീർക്കാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ പിന്നെ ഈ സംഘപരിവാറിൻ്റെ മോർച്ചകൾ നിൽക്കുമ്പോഴാണ് കേരള പോലീസ് മോർച്ച സഹായവുമായി എത്തിയത്. അതാണ് നമ്മുടെ സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ കേരള പോലീസ് മോർച്ചയുടെ ശുഷ്കാന്തിയാണ്. അപ്പോൾ അതാണ്. പക്ഷേ ഇതിനെല്ലാം ഭേദിക്കാൻ ഈ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.